assisted throughout our journey. ഇതിനോടകം ഇത് മെൽബൺ പഞ്ചായത്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അറ്റ്ലീഡ് പഞ്ചായത്ത് നിന്ന് അതിരാവിലെ പുറപ്പെട്ടു. കാറ്റും കോളും മഴയും കാമിച്ചിരുന്നിട്ട് അവസാനം അവിടെ കാറ്റും കോളും മഴയും വന്നു കഴിഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെയാണെങ്കിൽ കാറ്റും കോളും മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഹണ്ട് ചെയ്യാൻ കരുതി വന്നതാണ്, ഇൻ്റർവ്യൂവിന് വന്നതാണ്. താനൊന്നും ചെയ്യാണ്ട് ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വസിക്കണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിക്കണം, കുപ്പായം മാറണം, ശേഷം ഇൻ്റർവ്യൂവിന് പോകണം. കഥകളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. കിട്ടിയില്ല. അവിടെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് അഡ്ലൈഡിൽ. എന്നാലും പ്രദേശവാസികളുടെയും ദൂരദേശവാസികളുടെയും അവസ്ഥ അനുസരിച്ച് പറയുമ്പം അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണെന്ന്. നമ്മുടെ സ്പൂണാട്ടോ നല്ലത്, നമ്മുടെ സ്പൂണിന് കൈയാട്ടോ നല്ലത്. മീറ്റിൻ്റെ ബ്രോത്തും നൂഡിലും ചില്ലറക്കിടിപിടി പച്ചക്കറികളും ചെറിയ ചെറിയ മുളകുകളും നാരങ്ങയും സാലഡും എല്ലാം കൂടി അടങ്ങിയ ഈ വിശേഷ പറച്ചിൽ മിക്കവാറും ഒരു 3-4 ദിവസത്തെ വിശേഷങ്ങൾ നീണ്ട വിശേഷം പറച്ചിലായിരിക്കും. സാറ്റർഡേ ഹിയർ ഇൻ മെൽബൺ, മേ ബി മൺഡേ ഈവനിങ് റിട്ടേൺ ചെയ്യുള്ളൂ. എൻ്റെ വലിയ ഒരു നെക്സ്റ്റ് സ്റ്റേജും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോണ്ട് നോ വെദർ, ബട്ട് യാ. അപ്പം അങ്ങനെ ആയിരിക്കും, ഒരു കൺസോളിഡേറ്റഡ് വ്ളോഗായിരിക്കും. ടൈം ലൈനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും. വിശേഷം പറച്ചിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ആറ്റുനൂറ്റ് മഴയ്ക്കായിട്ട് കാത്തിരുന്നിട്ട് അഡ്ലൈഡിൽ മഴ പെയ്ത ദിവസമായിരുന്നു. ഒന്നും ഗംഭീര മഴയായിരുന്നു. 1.5 മണിക്കൂറോളം ഫ്ലൈറ്റ് രാവിലെ ഡിലേ ആയി. കാത്തിരുന്ന് മഴ കിട്ടിയില്ല. ഇവിടെയും മഴ പെയ്യും എന്നുള്ള ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെയും മഴ പെയ്തില്ല. സോ മഴയിൽ നിന്ന് എസ്കേപ്പായി നിൽക്കുവാണ്. പക്ഷേ ഓൾ 4 സീസൺസ് ഇൻ 1 ഡേ എന്ന് പേര് കേട്ട മെൽബണിൽ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് തുടരെ അങ്ങനെ പോവാം. അപ്പോൾ കാഴ്ച കഴിഞ്ഞു, ഇനി മുന്നോട്ട് നീങ്ങട്ടെ. ചിക്കൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. കൈ കഴുകാതിരിക്കാൻ കൈ പോകാണ്ടിരിക്കാനാണ് അത് രണ്ടിലും. നന്നായി ഗ്ലൗസ് വന്നത് 28 ഫെബ്രുവരി 10:57 മാർച്ച് 2 ബർത്ത്ഡേ ഉള്ള 2 പേരുടെ ബർത്ത്ഡേക്ക് ആയിട്ട് ഞങ്ങൾ പിന്നാലെ ഫ്രീ ആണ്. ഇപ്പൊ നമ്മള് ലൈക്ക് എക്സൈറ്റഡ് ആണ് എടുത്ത് ചാടാനെ പറ്റി. വിൽ സീ ഡേയ്സ് അടക്കുമ്പോ ഡേയ്സ് അടിക്കുമ്പോൾ ഡേയ്സ് അടുക്കുമ്പോൾ ഞങ്ങള് എങ്ങനെയാണ് ഞങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഡിഫറെന്റ് ആവോ ചേഞ്ച് ആവോ എന്ന് പറയാൻ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ചേട്ടായി 15,000 ഫീറ്റ് ശേഷം പിന്നാലെ നമ്മൾ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്ലെയിനിന്റെ അടുത്ത് ചാടാൻ പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ താവിനോട് വിശ്വമേ ആമേൻ. ഇതുവരെ പള്ളി പോലും ഒന്ന് പിടിച്ചടാ, ഞാൻ ഒന്ന് അതിരാവിലെ കുളിച്ചൊരുങ്ങി പൊട്ടുന്നോട്ട് എവിടെയോ പോണുണ്ട്. വെതർ വാർണിംഗ്സ് ഒക്കെ ഉണ്ട്. നടക്കുമെന്നറിയില്ല. ഇവിടെയാണെങ്കിൽ കാറ്റും കോളും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നുമില്ല. ഓൾ 4 സീസൺസ് ഇൻ 1 ഡേ എന്ന് പേര് കേട്ട മെൽബണിൽ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നമുക്ക് നോക്കാം. അതെ, ശേഷം പിന്നാലെ ദൈവം അനുഗ്രഹിക്കട്ടെ.
നോക്കട്ടെ, കോപ്പറേറ്റ് നോക്കട്ടെ. എനിക്കൊരു കാര്യം പറഞ്ഞോളൂ. ഡിഗ്രി ഉള്ളപ്പോ മേളില് 5-6 ഡിഗ്രിയാണ്, നിലത്ത് 22 ഡിഗ്രി ഉള്ളു. മഴയും പെയ്യുണ്ട്, പൊളിക്കും. എന്താവും അറിയില്ല ഗൈസ്. സഞ്ജു ഇന്നലെ 97 അടിച്ച മിടുക്കിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. പൊളിക്കും ഞങ്ങള്. സഞ്ജു പറ്റിയില്ല, കളിയിച്ചില്ല, കളിച്ചു പോയി. അവൻ ജയിപ്പിച്ച്, അവന് സെഞ്ചുറി വേണ്ടെന്ന്. 97 നോട്ട് ഔട്ട്. അത് പ്രത്യേകം പറയണം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എക്സ്പെക്ട് ചെയ്ത് at the same time ഒരു കാര്യമായിരുന്നു. This skydiving wouldn't happen, like cancel ആവാൻ chances ഉണ്ടെന്ന്. And ഞങ്ങള് least expect ചെയ്ത പോലെ unfortunately due to bad weather skydive cancel ചെയ്തിരിക്കുകയാണ് guys. Very disappointed. We have a whole day. ഞങ്ങൾക്ക് എന്താണെങ്കിലും പ്ലാൻ ചെയ്യാം. Because skydiving Waiting. that's not gonna happen. Waiting for that, you know, adrenaline rush that we were craving. We'll make it soon. അതെ. അങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ പറ്റ പാട്. ഞാൻ കമന്ന് കിടന്നുറങ്ങിയത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അറിയോ, വന്നിട്ടുണ്ട് ഇമാതിരി. ഡൈവിങ്ങിനെ ബുക്ക് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൺസേൺ ഞങ്ങൾ എങ്ങനെ വീഡിയോയിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം പ്രീവിയസ്ലി സ്കൈ ഡൈവിങ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മളിങ്ങനെ എയറിലേക്ക് എടുത്ത് ചാടുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ പോണത് ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ലൈക്ക് ഇങ്ങനെ ഭയങ്കര ഡിസ്ഓറിയൻറ്റഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ ചാടുമ്പോൾ നമ്മളത് ലൈക്ക് നമ്മൾ ചിലപ്പോൾ അത്ര ഭംഗി, ലൈക്ക് വിഷ്വലി അത്ര ഭംഗിയിൽ വരില്ല. സോ വി ഹാവ് ബീൻ പ്രാക്ടീസിങ് ഞങ്ങൾ എങ്ങനെ സ്കൈ ഡൈവിങ് ചാടുമെന്ന്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ ഞങ്ങൾക്ക് നാളെ ചാടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾ മാക്സിമം മുഖം അതേപോലെ പിടിക്കാനായിട്ട് ശ്രമിക്കും. സ്പേസ് വേണം. അതെ, എന്നിട്ടിങ്ങനെ ഇത് ഒന്നുകൂടി കാണിച്ചേ. The dedication level, guys, the dedication level. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കണം, ഇതിങ്ങനെ. ഞാൻ മറ്റേ സ്കൈ ഡൈവിംഗ് വീഡിയോസ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയി, അത് കഴിഞ്ഞ് പാട്ടൊക്കെ വെച്ച്. അതെ, ഇന്നലെ ബുക്ക് ചെയ്യാൻ വിട്ടുപോയ ഒരാളുണ്ട്. വിളിക്ക് അല്ലടാ, വിളിച്ചു നോക്കി എടുക്കുകയാണെങ്കിൽ ചാത്തന്മാരുടെ പണിയാന്ന് പറയാം. മാൾട്ടി ഇവിടെ എല്ലാവരും ഉണ്ട്. നീ ഇന്നലെ ബുക്ക് ചെയ്യാഞ്ഞത് കാര്യമായി. എടീ, നീ ചാത്തന്മാരെ കൊണ്ട് പണിതു അല്ലേടി ദുഷ്ടത്തി. അതോ നീ മൊട്ടയാണോ വെച്ചേ? എത്ര മുട്ടയുമ്പോ പെയിന്റ് അടിച്ചു? ഞങ്ങളുടെ ഒരു കമ്പിളി പതപ്പുണ്ട്, അത് 2 കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങള് ചാടാൻ പോവാ. എടി, താഴെ ഒരു ഓണിംഗ് ഉള്ള വണ്ടി കൊണ്ടൊന്ന് വിരിച്ചിടോ. ആ പതപ്പ് എടുത്തിട്ടില്ലെങ്കിൽ പതപ്പ് ശരിക്കും മൂടിക്കിടന്നു. നല്ല വെതറാ, ഉറങ്ങാൻ പറ്റിയ വെതറാ. ഞങ്ങള് രാവിലെ പമ്പ് ചെയ്തുണ്ടാക്കിയ കുറെ അഡ്രിനാലിൻ ഉണ്ട്, അത് എവിടെയെങ്കിലും കൊണ്ടുപോയി തീർക്കട്ടെ. മെൽബൺ ന്യൂസ് എന്ന് ഫോളോ ചെയ്തോ? 3 അഡ്രിനാലിൻ ജംഗീസ്. 3 അല്ല ഇമെയിൽ അയച്ചു. 12 ഞങ്ങൾ പക്ഷെ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. സ്വാഭാവികം. അത് മാത്രല്ല, മൾട്ടി 9 ന്യൂസ് ഫോളോ ചെയ്തോ? 3 ഇന്ത്യൻ നാഷണൽസ് എവിടെയെങ്കിലും ചാടി എന്തെങ്കിലും
പറ്റിണ്ടോന്നൊന്ന് നോക്കിയാൽ നീ. മുട്ടുപൊട്ടിയാലും 7 ന്യൂസിലും 9 ന്യൂസിലും വരും, അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ 3 പേരുടെ എമർജൻസി കോണ്ടാക്ട് നീയാ. അത് സ്കൈ ഡൈവിംഗിന് മാത്രമേ ഉള്ളൂ. അതെ അതെ, എന്റെ എപ്പോഴും പള്ളിയിൽ അച്ഛനാ. പള്ളിയിൽ അച്ഛനെ വിട്ടൊരു ഇവിടെ എമർജൻസി കോണ്ടാക്ട് പള്ളിയിൽ അച്ഛനെ കൊടുക്കണ ഏക വ്യക്തി വരായിരിക്കും. നിങ്ങളൊന്ന് അത് പറയണേ മറ്റേ അച്ഛൻ ഏതായാലും നമ്പർ എടുക്കും, ആളെ അറിയും. പിന്നെ പള്ളിയിൽ അച്ഛനാണ് ഏറ്റവും ബെസ്റ്റ് എമർജൻസി കോണ്ടാക്ട്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു എമർജൻസി കോണ്ടാക്ട് പള്ളിയിൽ അച്ഛനാ. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സമയത്ത് മാത്രമാണ് പള്ളിയിൽ അച്ഛൻ അവൈലബിൾ. ഞായറാഴ്ച ആ സമയത്ത് പള്ളിയിലുണ്ടല്ലോ. അല്ല, എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് അച്ഛൻ കാണൂലോ. ഒരു ഇൻഡോർ സ്കൈ ഡൈവിംഗ് പ്ലേസ് ഉണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. അത് പക്ഷെ ചുമ്മാ, അതായത് എയർ ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ, സ്കൈ ഡൈവിംഗ് അല്ല. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ട്രെയിനിങ് എന്തോ ഉണ്ട് അതിന്, ഇച്ചിരി പണിയുണ്ട്, ഇത്തിരി ടാസ്ക് ഉണ്ട്. അതിന്റെ പ്രൈസ് നോക്കിയ ചുമ്മാ 55 ആണോ? 55 78 അത് ഇങ്ങോട്ട് വേണം. ഇവിടെ $500 കൊടുത്ത് സ്കൈ ഡൈവ് ചെയ്യാന്ന് ആലോചിച്ച് പോയ ആൾക്കാർക്ക് $55 പുല്ലാണ്. ഇന്നുണ്ടോ? അപ്പൊ അടുത്ത പ്ലാനുമായിട്ട് കാണുന്നവരേക്കും. ഇന്നില്ല എന്നാ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്താൽ പ്ലാൻസ് ക്യാൻസൽ ചെയ്തു. സംടൈംസ് ലൈഫിൽ അങ്ങനെ സംഭവിക്കും. അതും ബർത്ത്ഡേക്ക് സംഭവിച്ചില്ല. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ബട്ട് ഞങ്ങള് എന്താ പറയാ, ഞങ്ങളത് ഫേസ് ചെയ്തിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയാക്കാൻ പോവാണ് ഞങ്ങളുടെ ബർത്ത്ഡേ. പിന്നെ ഈ വീഴന്തൊക്കെ മഴത്തുള്ളിയാണ്, അല്ലാണ്ട് കണ്ണിനീരല്ല. Me, I have got something for you. ഞാൻ എടുത്തൊന്ന് നോക്കട്ടെ കേട്ടോ, മറന്നോന്നും അറിയില്ല. ഞാൻ നോക്കട്ടെ. സാധനം എടുക്കട്ടെ കേട്ടോ. അല്ല, ഞാൻ അങ്ങനെ ഹെവി ഒന്നും ക്യാരി ചെയ്യാറില്ല. ഹെവി ക്യാരി ചെയ്യുന്നത് ഇഷ്ടമല്ല. റെക്കോർഡിംഗ് ആണ്. എന്റെ വരച്ചേക്കണോ? മെൽബണിലെ ചേട്ടന്റെ ലീഗിലുള്ള എല്ലാവർക്കും ചേട്ടൻ കൊടുത്തത് ഫൈനലി എനിക്ക് കൈവരയാ. ഇത് ഞാനാ. ഇത് നല്ലൊരു ഫോട്ടോ ആയിട്ട് ഇതിന്റെ കൂടെ പോസ്റ്റ് ചെയ്യാം. ഇത് നമ്മള് കഴിഞ്ഞോടാ ഇവിടെ ചേട്ടൻ വരയിലോട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. സോ ക്യൂട്ട്. ഓക്കേ, ഇവിടെ എമറാൾഡ് ലേക്കിൽ എത്തിയിരിക്കുകയാണ്. വൻ പ്രതീക്ഷകളോടുകൂടി തുടങ്ങിയ ഒരു ദിവസമാണ്. എങ്കിൽ കൂടി ഞങ്ങൾ ലൈഫ് ഈസ് ലൈക്ക് ദിസ്. വി were thinking of jumping out of a plane before an hour and now it was supposed to be in 30 minutes. പക്ഷേ ഞങ്ങൾ പ്രകൃതിന്റെ മണിയും കാണാൻ ഒരു കിടങ്കാജി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. മെൽബൺ പ്രവാസികൾക്ക് എപ്പോൾ വന്നാലും ഒരു റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ഒന്നുമല്ല. ഇപ്പോഴാണോ റെക്കോർഡിംഗ് ആയത്? എമറാൾഡ് ലേക്കിലാണ്. ഒന്ന് അങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓൾവേസ് ഒരു ഗുഡ് സ്റ്റാർട്ട് കിട്ടാൻ നൈസ് ആണ്. First thing in the morning. Going for a jog.
കലപില കൂട്ടി നടക്കുന്ന പക്ഷികളും സോറി അതിന്റെ ടൈലന്റ് അതല്ല, ടൈലന്റ് വേറെ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല ചേട്ടായി മറ്റേതെടുക്കണം. ഇന്നത്തെ സ്കൈ ഡൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇന്ന് തൊട്ട് എന്റെ സിഗ്നേച്ചർ മൂവ് അതാണ്. അങ്ങനെയല്ല ചേട്ടായി ചെയ്തേ, ഇങ്ങനെയാ ചെയ്തേ. പറക്കണം. ആ പറക്കണം അങ്ങനെയല്ല, ഫയൽ സൈസ് ഭയങ്കരമായിരിക്കും, പക്ഷെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത പോലെ ഇരിക്കും. ടൈമിംഗ് തെറ്റി. ചാടി വെക്കണ്ണ, അത് ശരിക്കും അങ്ങനെയല്ലല്ലോ. മൊണ്ണെ അടിവ കണ്ണ ചടിവ മൊണ്ണെ. 2K ഫുണ്ടും കൂടി വേണ്ടായിരുന്നു. 2K ഫുണ്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്ക്. ഇൻഡോർ ഉണ്ടല്ലോ എന്ന അഡ്വനാറിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഗോ കാർട്ടിംഗ്. നമ്മുടെ ആക്സെന്റ് ഇച്ചിരി കൂടി ഗോ കാട്ടിൽ നിന്നായി പോയോ? അതെ, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ കാട്ടിൽ പോകാനല്ല ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ എന്താ പറയാ മാസ്റ്റർ ബ്ലാസ്റ്റർ ഡ്രൈവർ മാളൂട്ടിനെ ഞങ്ങളുടെ ഗോ കാർട്ടിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് ഗോ കാർട്ടിംഗ് മാളൂട്ടി. പോളേ, ഞാനാണെങ്കിൽ ഇന്ന് മാംബോ ജംബോ ഒക്കെ ഇട്ട് വന്നതായിരുന്നു. ഇനി എവിടെ ഇൻഡോർ നല്ല പ്ലേസ് ഏതാന്ന് കണ്ടുപിടിക്കുക. അല്ല, ലിഹാൻസ് ആണ് ഡാൻഡ്നോങ്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തേക്കാം. ഓക്കെ, ഏറ്റവും ഏർലിയസ്റ്റ് ടൈം കിട്ടുന്നത് ബുക്ക് ചെയ്തിട്ട് നീ അവിടെ വരില്ലേ? ഇൻഡോർ അല്ലേ? F1 track racer in the virtual world is coming to life. ഞങ്ങളുടെ കുടുംബത്തിലെ real track race. Okay Maldi, see you there. വേറെ ആരും ട്രാക്കിൽ പഠിച്ചിട്ടില്ല. Yes, that's it. എടി ആ എസ് ഒന്നുകൂടി പറഞ്ഞേ, ആ എസ് ഒന്നുകൂടി പറഞ്ഞേ, ആ യെസ് ഒന്നുകൂടി പറഞ്ഞേ. 2 birthday boys, girls. 2 birthday boy and girl. ലേഡലിന്റെ പേരല്ലേ? ഓമഞ്ചകാവ്. ഇതാണ് ഉദ്ദേശിച്ചത്. അബോറിജിനൽസിന്റെ ലാംഗ്വേജിൽ എന്തോ ഒരു ഗ്രീറ്റിംഗ് ആയിരുന്നു. പുള്ളി അത് നെയിം ആയിട്ട്. Oh really? Good to know. ക്രേസി പോലെ ഒരു മൈഗ്രേഷൻ. പ്രത്യേകം പറയുന്നത് ആഡൊന്നുമല്ല കേട്ടോ. Hi. How are you? Good, thanks. How are you? Yeah, good. Boy or girl? A boy. Name Wikipedia. Name's Thor. Yeah. Yeah, like that. Underneath. Yeah, that's it. He's friendly. Good boy. He's only a pup. 17 months. Wow. 56 kilos. This Hi. is the It's a best table for age. 3. Can we sit outside? I had a German Shepherd, Yes, please. a double coat, a big furry boy. I love him. Thank you. His energy was insane. You know, non-stop. You could. Yeah. No, just a camera. Just a camera. So you still got him? That just records like Yeah. Yeah, pretty. Where'd you get that from? Don't tell me India. No. I wish I could. That's I pretty wish I nifty, could. isn't it? Yeah. So That's when do too you handy. use it? Like it's a vlogging kind of thing. Like Yeah, right. You can have your earring Yes. and they have a screen. Hey, that's too. pretty good, isn't it? Yeah. Yeah. That's pretty neat. Pretty handy, I would say. Handy. Yeah. It's handy to switch things like What makes that? What makes DJI. Uh-huh. Yeah. And so, They make the drones too. Yeah. right, so yeah, that means I can yeah. put that in my car.
Yeah. So you could see, you could Yeah, you can mount it actually anywhere, mount it. like you know, Yeah. So I can mount that to my car. yeah, like this. Yeah. And then I could do action and do activities, go karting, and you know, yeah, do everything. Hey, that's pretty sharp. Yeah. Did you get the internet on eBay? No. This one he bought it from JB Hi-Fi. JB, hey, can I ask how much it cost? So around $1,000. Yeah. So why did you use it? Just for the fun? Yeah. Yeah, it comes in handy than a phone because like you have different POVs. Yes. Like you can see what you're shooting and you can suddenly switch I videos. understand that. Yeah. That's So very yeah, good, isn't bye. it? Yeah, have a good day. Yeah. In fact, if I was going to play cricket, I'd wear it all the time. Yeah. Just so the umpire would where he's made his mistakes. Yeah. See you then. Thank you. Yeah. Have a good day. Thank you. Have a good day. See ya. വാ വാ ഇരിക്കി ഇരിക്കി. രാവിലെ I got the message. ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാന്ന് വിചാരിച്ചു ഗൈസ്. ഞാനാണ് കഫേ. ശേഷം പിന്നാലെ എന്നോട് ചില്ലി സ്ക്രാമ്പിൾ, അമ്മേ പിന്നെ ചായ ലാരെ. ഞാനൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും സ്പൈസ്ഡ് ചായ ലാറ്റെ. Spiced chai. സ്പൈസ് ചായ. Let's see. സ്പൈസ് കൂട്ടാൻ പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടാവും? And- സ്പൈസ് കൂട്ടാൻ പറഞ്ഞപ്പോൾ അവര് ഭയങ്കര- പറഞ്ഞു സ്പൈസ് കൂട്ടിയിട്ട് കാര്യമില്ല മോനെ, എരിവൊന്നും ഇടാവില്ല, അതിലാകെ ഇടുന്നത് ഏലക്കായും കറുവപ്പട്ടയാണ്. നിനക്ക് വേണമെങ്കിൽ ഇച്ചിരി കറുവപ്പട്ടയുടെ പൊടി ഇട്ട് തരാം, മധുരം ഉണ്ടാവുള്ളൂ, നീ വിചാരിക്കണ എരിവൊന്നും ഉണ്ടാവില്ല. നല്ല വെതർ ആണ് ഗൈസ്. ഞങ്ങള് നല്ല കിടുക്കാച്ചി weather-ആ. കിടുക്കാച്ചി weather-ആ. To bad weather, skydive ഒരു വീഡിയോ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ. നീ എന്താ ഉദ്ദേശിക്കണേ? നീ എന്താണ് എന്താണ് ക്യാമറമാൻ ചാടുന്നുണ്ടല്ലോ. ടാറ്റു ചെയ്യാൻ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ഇപ്പൊ പ്ലാൻ ആയി വന്നപ്പോ കുറെ പ്ലാൻ. ഞാനൊരു ടാറ്റു അടിക്കാന്ന് വെച്ചു ഈ വാച്ച് കെട്ടിയേക്കണേൻ്റെ അടിയിൽ. അപ്പോൾ വാച്ച് കെട്ടുമ്പോൾ അറിയത്തില്ലല്ലോ. അവളും എന്തോ ടാറ്റുവിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് മൊത്തം അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന കുറേ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പോകെ പോകെ വഴിയെ വഴിയെ. ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ, നല്ല വിശപ്പ്. രാവിലെ തന്നെ നല്ലോണം അഡ്രിനാലിൻ പമ്പ് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. ഒടുക്കത്തെ വിശപ്പ്. കൂട്ടത്തിലെ ഏറ്റവും ഗ്ലാമർ അതാ. ഇതിൻ്റെ ഒരു അഹങ്കാരം ഇല്ലാണ്ട് തിന്നണുണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ അഡ്വഞ്ചർ പരിപാടിക്ക് പൈസ ചോദിച്ചു. നാട്ടിൽ 2000 രൂപയ്ക്കും 2500 രൂപയ്ക്കും ചെയ്യുന്ന ടാറ്റു ഇവിടുത്തെ കൺവേർഷൻ അനുസരിച്ച് 16,000-17,000 ആവും. സോ ലുക്കിംഗ് ഫോർ വെദർ ടു ബി ഗെറ്റ് ഡൺ ഓർ നോട്ട്. നോക്കാം. ഞങ്ങളുടെ പ്ലാനും പദ്ധതിയൊന്നും തീരണില്ല ഗൈസ്. ടാറ്റു അടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, ഗോക്കാട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പൂൾ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എനിവേ നടക്കുന്നുണ്ട്, വല്ലാതെ നടക്കുന്നുണ്ട്. അവള് കാറിലുണ്ടെന്നാണ് പറഞ്ഞേ. പോർട്ടബിൾ ടോയ്ലറ്റ് എടുത്തുണ്ടോ? ഏത് കാറിലാണോ അവളുള്ളത്? നിന്റെ കീ ഉണ്ടോ വീടിന്റെ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്കിവിഡിനെ ഓ വീട്ടിലാ അവള്. വീട്ടിലാണോ? അവളുടെ എങ്ങനെ കീ? ഗരാജ് ക്ലോസ് ചെയ്ത്. അയ്യോ ക്ലോസ് ചെയ്യട്ടെ. ഞങ്ങളറിയാതെ വീടിന്റെ ഉള്ളിൽ കയറിയ ഇല്ല, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നീ ഒരു കേക്കുമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെങ്ങനെയുണ്ട്? ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്, അധ്യായം തുറന്നടാ.
അബ്ബാനെ കുത്തിപ്പൊക്ക്. ഓ ഒരു സെക്കൻഡ്, ഞാൻ അതെടുക്കട്ടെ. ആർമാദം ആകുന്നനാദം. Happy birthday. As a Superman ready to fly today? തലയൊന്നും നേരെ നിൽക്കണല്ല. എന്നാലും എങ്ങനെയുണ്ടായിരുന്നു? Oh my god. Every dollar.